ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരിക്കൽ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ പറയത്തില്ല, പേടിക്കണ്ട, പറയത്തില്ല. അവളെന്നോട് പറയും മിണ്ടരുതേ കാര്യം. ഞങ്ങളൊരു ബെഞ്ചിൽ ഒരു കസറിൽ ഇരിക്കുമ്പോൾ നേരെ ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഒരു അമ്മയും മോളും കൂടെ വന്നിരുന്നു. ഒരു 6 ഇഞ്ച് വസ്ത്രം അവൾ ധരിച്ചിട്ടുണ്ട്. മോള് 10-22 വയസ്സ് കാണും. പക്ഷെ ആവശ്യമുള്ളിടം എല്ലാം അയഞ്ഞതായതുകൊണ്ട് എല്ലാവർക്കും ഇതെല്ലാം കാണാം. ഞങ്ങളവിടുന്ന് എഴുന്നേറ്റ് മാറി. ചിന്നമ്മയെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ട്, ഈ തള്ളയ്ക്ക് നാണമില്ലേന്ന്. പെണ്ണ് പോക്ക, അത് പോട്ടെ, ഈ തള്ളയ്ക്ക് നാണമില്ലേ? അത് പറഞ്ഞ കേൾക്കുന്ന കൊച്ചല്ല, തള്ളപ്പണി ചെയ്തുകൊണ്ട് ഇവർ കഴിയുക. കൊച്ചിന് നല്ല ശമ്പളമുണ്ട്, അതിൻ്റെ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ഇവർ തള്ളപ്പണി ചെയ്യുക, വേറൊന്നുമല്ല. നമുക്കത് വരല്. ഞാൻ പാസ്റ്റർ പണി ചെയ്തുകൊണ്ട് ജീവിക്കാതെ ഒരു പാസ്റ്ററായി ജീവിക്കാൻ നോക്കട്ടെ. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. തീത്തോസ് 2:1. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. തീത്തോസ് 2:4. ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കരുത്തുകളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുന്നവരുമായിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്നും പ്രബോധിപ്പിക്കുക. പറഞ്ഞാൽ കേൾക്കാതെ അധികാരം നടത്തുന്ന ഒന്ന് ദൈവവേദന പറഞ്ഞാൽ വിശ്വസിക്കാൻ പിശാചേ വരത്തുള്ളൂ, വേറെ ആരും വരത്തില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ ഈ ചർച്ചിലുണ്ടായിരുന്ന ഒരു നല്ല മോക്ക് വേണ്ടി ഒത്തിരി എക്സിക്യൂട്ടീവ് ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. ഒരു നല്ല മോളെ, കഴിവുണ്ടായിരുന്നൊരു മോള, എക്സെപ്ഷണൽ. അന്നിച്ചിലുണ്ടായിരുന്നതിൽ ഒരു നല്ല വിവാഹത്തിന് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ കൊള്ളുമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഒരാളിനോട്, കൽക്കട്ടയിലുണ്ടായിരുന്ന ഒരു അച്ചായന് ഒരിക്കൽ പറഞ്ഞ് എൻ്റെ മോന് വേണ്ടി, അദ്ദേഹം ഒരു വലിയ ഭയങ്കര ബിസിനസ്സുകാരനാണ്. പിള്ളേരിപ്പം ബാംഗ്ലൂരിലുണ്ട്. അച്ഛനോട് വലിയ ബിസിനസ്സുകാരനാണ്, ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഒറ്റ മോനേ ഉള്ളൂ. ആ മോനും അതുപോലെ ക്വാളിഫൈഡാണ്. അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് വേണ്ടി നിങ്ങളുടെ ചർച്ചിലെങ്ങാനും പെൺകുട്ടികൾ വല്ലതും പരിചയമുണ്ടോ പാസ്റ്റർ എന്നോട് ഞാൻ പറഞ്ഞ, അച്ഛാ ഒരു മോളുണ്ട്, കാഴ്ചയ്ക്ക് തെറ്റില്ല, ഷീസ് വിത്ത് ഓൾ എക്സിക്യൂട്ടീവ് ക്വാളിറ്റി. കാര്യം നിങ്ങൾക്ക് ഒത്തിരി കമ്പനികളുമൊക്കെ ഉള്ളവർ, ചെറുതല്ല ഒത്തിരി കമ്പനികളുമൊക്കെ ഉള്ളവരാണ്. ഷിപ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിൻ ബിസിനസ്. അച്ഛാ നല്ലൊരു മോളുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ചിരിച്ചേച്ച് എന്നോട് പറഞ്ഞു, അല്ല ഞാൻ അന്വേഷിക്കുന്ന ഒരു എക്സിക്യൂട്ടീവിനെ അല്ല, ഒരു മോളെയാ. ഞാൻ പറഞ്ഞു മോളാ എനിക്ക് വേണ്ട. ഈ എക്സിക്യൂട്ടീവ് കപ്പാസിറ്റി ഉള്ളതിനെ വീട്ടിൽ കൊണ്ടുപോയാൽ ചിലപ്പം തള്ളുന്നതിൽ പറഞ്ഞാൽ കേൾക്കില്ല. നമുക്ക് വേണ്ടതൊരു എക്സിക്യൂട്ടീവിനെ അല്ല, നമുക്ക് വേണ്ടതൊരു മോളെയാണ്. അറിവും പരിജ്ഞാനവും ഉള്ളവർ, ലോകം കണ്ടവരുടെ വാചകങ്ങളാണ്. തീത്തോസ് 2:4 ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കരുത്തുകളെ ഭക്തപ്രിയരും പുത്രപ്രിയന്മാരും സുബോധമുള്ളവരും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കുക. നന്മ ഉപദേശിക്കുന്നവരായിരിക്കണമെന്നും പ്രബോധിപ്പിക്കുക. ഔവണ്ണം യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്കുക. സഹോദരന്മാരോട് ഔവണ്ണം യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്കുക. വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയായി കാണിക്കുക. അത് ഉപദേശിമാരോടാണ്. സകലത്തിലും ഉപദേശിമാർ, ശുശ്രൂഷകന്മാർ, ലീഡേഴ്സ് തങ്ങളെ തന്നെ മാതൃകയുള്ളവരായി കാണിക്കുക. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പത്യവചനവും ഉള്ളവർ ആയിരിക്കുക. 2 തീർന്നു. 1 മണിയായുള്ളൂ. സമയം ഇഷ്ടം പോലെ കിടക്കുക. എനിക്കാണെങ്കിൽ ആരോഗ്യം മിച്ചം തോന്നില്ല. ഞാൻ ഇവിടുന്ന് പോയാൽ ഒറ്റ കിടപ്പായിരിക്കും. അത് സാരമില്ല, അന്നേരം ദൈവം റിക്കവർ ചെയ്യും. 1 ഉള്ളിൽ വസിക്കുന്ന ആത്മാവ്, അത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. എല്ലാ സത്യത്തിലും ഒന്നും കൊണ്ടുപോകത്തില്ല, കുറേ സത്യങ്ങളിലൊക്കെ കൊണ്ടുപോകും. അത് എന്നെ ഉയർപ്പിലേക്ക് നടത്തും.
രണ്ടാമത്തെ അളവ് എൻ്റെ കൂടെ നടക്കുന്ന ആത്മാവ്. ആത്മാവിൽ ഇരിക്കുക, ആത്മാവിൽ ചരിക്കുക, ആത്മാവിൽ മാത്രം സഞ്ചരിക്കുക. അത് എന്നെ സകല സത്യത്തിലും നടത്തും. സകല സത്യത്തെക്കുറിച്ചും പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും അങ്ങുമിഞ്ഞും സൂചനകൾ തന്നു. ബാക്കിയുള്ളവർക്ക് വായിച്ചാൽ മനസ്സിലാവും. പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുന്നതിന് മുമ്പേ തമ്പുരാൻ പറഞ്ഞു, പൗലോസേ, അങ്ങ് ധാരാളം വിദ്യാഭ്യാസമുള്ളവനാ, ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചവനാ, വിദ്യാബാഹുല്യം നിമിത്തം നിനക്ക് ഭ്രാന്താണെന്ന് രാജാവ് ഒരു സർട്ടിഫൈ ചെയ്തവനാ. പക്ഷേ എൻ്റെ സഭയ്ക്കുള്ള ലേഖനം എഴുതണമെങ്കിൽ ഈ വിദ്യാഭ്യാസം കൊണ്ട് പോരെ മോനെ, വാടാ 3-ാം സ്വർഗത്തിലോട്ട്. നിനക്ക് ഞാൻ പറഞ്ഞുതരാം. എനിക്കൊരു കൂട്ടം ഭക്തന്മാരെ 3-ാം സ്വർഗത്തിൽ എത്തിക്കണമടാ. 3-ാം സ്വർഗത്തിലുള്ള കാര്യങ്ങൾ നീ ഒന്ന് കണ്ടു. ഇവിടെ ആ ഭക്തന്മാരെ കൊണ്ടാക്കുന്നത് 1-ാം സ്വർഗത്തിൽ രക്ഷിക്കപ്പെട്ടതിനെ ഒക്കെ കൊണ്ടാക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരെ 3-ാം സ്വർഗത്തിലേക്ക് എനിക്ക് മാറ്റണം. 3-ാം സ്വർഗത്തിലേക്ക് ജനത്തെ കൊണ്ടുവരേണ്ടതിന് 3-ാം സ്വർഗം ഒന്ന് വന്ന് കാണുമോനെ. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടെ കണ്ടത് മനുഷ്യനോട് പറയാൻ ഒക്കുന്നതല്ല, ഞാനവിടെ കേട്ടത് മനുഷ്യൻ കേൾക്കരുതാത്തതാ. പക്ഷെ സഭ അറിഞ്ഞിരിക്കേണ്ടത് സാധാരണ മനുഷ്യനുള്ളതല്ല, സഭ അറിഞ്ഞിരിക്കേണ്ടത് സഭയെ ഏൽപ്പിക്കുവാൻ. ഇനിയും പോയി ലേഖനം എഴുത്. അദ്ദേഹം കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും ലേഖനം എഴുതി. കാലിൽ ചങ്ങലയിട്ട് ബന്ധിച്ച് ആമത്തിലിട്ടുകൊണ്ട് കൈ സ്വതന്ത്രമാക്കിക്കൊണ്ട് എഴുതി. നേരം തീരുന്നതിന് മുമ്പ് എഴുതി തീർക്കണം. 60കളിൽ പോകേണ്ടത് അദ്ദേഹത്തിന്. ഞാനൊക്കെ പൗലോസിനേക്കാൾ ഒരുപാട് കൂടുതൽ ജീവിക്കാൻ ദൈവം കൃപ തന്നു വിടുന്ന ഒരുപാട് പേർക്ക്. അദ്ദേഹം 60കളിൽ മരിച്ചു. അങ്ങനെ ചരിത്രം പറയുന്നത്. 60കളിൽ മരിച്ചു. തീരുന്നതിന് മുമ്പേ, പോകുന്നതിന് മുമ്പേ എൻ്റെ ശുശ്രൂഷ ചെയ്തു തീർത്തച്ചു ഉണമ്പാൻ. കണ്ട രാജാക്കന്മാരും പ്രമാണികളും എല്ലാം എൻ്റെ രക്തത്തിൻ്റെ പുറകെ എന്നെ കൊല്ലാനാണ് ഇവർ നടക്കുന്നത്. ഇവർ തല്ലി കൊല്ലുന്നതിന് മുമ്പേ, വെട്ടി കൊല്ലുന്നതിന് മുമ്പേ എനിക്ക് എഴുതി തീർക്കാനുള്ള എഴുതി തീർക്കണം. സ്വർഗത്തിൽ നിന്ന് ഏൽപ്പിച്ചതാ. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെല്ലാം ഒരുപാട് അധ്വാനിച്ച ഒരു കാലമുണ്ട്. അന്നൊരിക്കൽ ഞാൻ അമേരിക്കയിലെ ഹ്യൂസ്റ്റണിൽ ഇരിക്കുമ്പോഴാണ് സന്തോഷം ഒരു ആക്സിഡൻറ്റിലാകപ്പെടുന്നത്. എൻ്റെ ഇളയ മോന് 80 ശിഷ്ടം കുത്തിക്കെട്ടുണ്ടായിരുന്നു. ഈ മുട്ട് മുതൽ മേളിലോട്ടുള്ള ഭാഗത്ത് മാത്രം എല്ലാം കൂടി ഇടിച്ചു പൊളിച്ച് ഒരു ബസ്സിലിരുന്ന് യാത്ര ചെയ്ത് അടുത്തൊരു ബസ്സുകാരൻ കൊണ്ട് ഇടിച്ചതാണ്. ഇൻഷുറൻസിൽ നിന്ന് അവനൊരു കോമ്പൻസേഷൻ കിട്ടി. അത് വെച്ചാണ് അവൻ്റെ വീട് വെച്ചിരിക്കുന്നത്. ഈ ആക്സിഡൻറ്റ് കാരണം ഇൻഷുറൻസിൽ നിന്ന് അവനൊരു കോമ്പൻസേഷൻ കിട്ടിയത് കൊണ്ടാണ് നല്ലൊരു വീട് അവൻ വെച്ചിരിക്കുന്നത്. ഇടിച്ചു ആപ്പാടെ പൊളിഞ്ഞു. എന്നെ വിളിച്ചു പറഞ്ഞു, ഡാഡി പോയി, വലത്തെ കൈ പോയി. ഞാൻ വെച്ചാൽ എങ്ങനെയൊക്കെയാടാ? അത് അവിടുന്ന് എയർലിഫ്റ്റ് ചെയ്ത് എന്നെ ബാംഗ്ലൂരിൽ കൊണ്ടുവന്നു. കൊച്ചി വെച്ചായിരുന്നു, കൊച്ചി അടുക്കലായിരുന്നു അപകടം. അവിടെ വെച്ച് ആശുപത്രികളുടെ ഒക്കാത്തത് കൊണ്ട് എയർലിഫ്റ്റ് ചെയ്ത് എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ ഏതോ ഒരു ഹോസ്പിറ്റൽ, നമ്മുടെ ബോൺസിൻ്റെ ചികിത്സ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ എവിടെയായിരുന്നു, ഏതോ ഹോസ്മാറ്റിലായിരുന്നു സർജറി. എല്ലാം കഴിഞ്ഞ് എൻ്റെ വലത്തെ കൈ പോയി. ഡോക്ടർ എനിക്ക് എത്ര അന്നാ 1 മാസമോ 3 മാസമോ ഏതാണ്ട് റെസ്റ്റ് തന്നിട്ടുണ്ട്. അന്നേരത്തെ ഞാനൊന്നും പറഞ്ഞില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ ചോദിച്ചു, മോനെ എങ്ങനെ ഉണ്ടടാ കൈ? വേദനയുണ്ട്. ഞാൻ പറഞ്ഞു, എടാ മോനെ, ഇടത്തെ കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നോട് പറഞ്ഞില്ല. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യണം, വീട്ടിൽ വരുന്ന ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് നീ ആയിരിക്കണം. ചേട്ടൻ ഓടി നടന്ന് മീറ്റിങ്ങിന് പോയാൽ പറ്റൂ, ഇവിടെ പണിയുണ്ട്. മമ്മിക്കും വേറെ ജോലിയുണ്ട്, ഗസ്റ്റിനെ നോക്കിയാൽ പറ്റൂ, വരുന്നവരെ നോക്കിയാൽ പറ്റൂ. അത് നിനക്കേതായാലും ഒരു കൈയല്ലേ പോയുള്ളൂ, ബാക്കിയെല്ലാം ഉണ്ടല്ലോ. നീ ചുമ്മാ വീട്ടിലിരിക്കുകയല്ലേ. മോനെ, വരുന്ന ടെലിഫോൺ മുഴുവൻ നീ അറ്റൻഡ് ചെയ്തോണ്ട് ഇടത്തെ കൈ കൊണ്ട് എഴുതി വെച്ചാൽ മതി, കാര്യം ചേട്ടൻ വരുമ്പം കൊടുത്താൽ മതി. സമയം ദൈവം തന്നത് ദൈവത്തിന് വേണ്ടി ചെലവിടാനാണ്. ഫുൾ ടൈംകാർ പലരോടും വിളിച്ചു വരുമ്പോൾ 7 മണിക്ക് മുമ്പേ ഉണർന്ന സമ്പ്രദായമില്ല. ഒരിക്കൽ ഒരാളിനോടൊരു വീട്ടിലോട്ട് വഴി കാണിക്കാൻ വരാമോ എന്നൊരു ഫുൾ ടൈംകാരനോട് ചോദിച്ചാൽ അതിക്ക് ജോലി ഇല്ലാഞ്ഞിട്ടല്ല, വിട്ടേച്ചെഞ്ഞ് പോരുന്നതാ. അയാൾ കാശും ഉണ്ടാക്കി ഫുൾ ടൈം വിട്ടേച്ച് പോരുന്നതാ. ഒരു വീട്ടിൽ എനിക്ക് രാവിലെ പോകണം, ആ വീട്ടിൽ പോകാൻ എനിക്ക് വഴി അറിയത്തില്ല, അദ്ദേഹത്തിൻ്റെ ഏരിയയാ. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, പാസ്റ്ററെ നമുക്ക് ആ വീട്ടിലൊന്ന് പോകണമല്ലോ. പോകാമല്ലോ. എപ്പോഴാ? ഞാൻ പറഞ്ഞു, നാളെ രാവിലെ. രാവിലെ പാസ്റ്ററെ, അവരൊക്കെ 9 മണിയാകുമ്പം ജോലിക്ക് പോകും. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ രാവിലെ 9-നല്ല, നമുക്കൊരു 6 മണിക്ക് ഇവിടുന്ന് പോകാം. 6 മണിക്കോ? ഞാൻ 7-ന് മുമ്പ് എഴുന്നേറ്റ പതിവില്ല.
7 എഴുന്നേറ്റാൽ ഒരു പാലപ്പോ ഒരു ചായയും കുടിച്ചെങ്കിലേ എനിക്ക് ടോയ്ലറ്റിൽ പോകാനൊക്കത്തുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 9 ആകും. ഫുൾ ടൈമാണ്. എൻ്റെ സമയത്തിന് ഞാൻ അക്കൗണ്ടബിളാണ്. എൻ്റെ സമയത്തിന് ഞാൻ അക്കൗണ്ടബിളാണ്. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറവ് കൊണ്ടും പ്രായം മാറിയതുകൊണ്ടും പല കാരണങ്ങളാൽ എനിക്ക് വായിക്കാൻ പഴയതുപോലൊന്നും സാധിക്കത്തില്ല. ഇന്നലെ എൻ്റെ നിന്ന് കാണാതെ പോയൊരു പുസ്തകം വേറൊരു സഹോദരൻ വാങ്ങിച്ചുകൊണ്ടെന്നു, ലൈഫ് ആഫ്റ്റർ ലൈഫ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ, മോനെ ഞാൻ ആർക്കും കൊടുക്കുകയില്ല, വെച്ചേക്കേ ഉള്ളൂ, എനിക്ക് വായിക്കത്തുമില്ല. എന്നാലും ആർക്കും കൊടുക്കുകയില്ല. ആരും കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത് ആരും തന്നില്ല. അതുകൊണ്ട് ഇത് കുഞ്ഞുങ്ങളെ കാണാൻ വീട്ടിൽ വന്നിരുന്ന് വായിക്കുകയല്ലാതെ പിന്നെ എടുത്ത് മീറ്റിങ്ങിന് ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കാം, ഇതല്ല എനിക്ക് വായിക്കാനൊക്കത്തില്ല. സ്ഥിതി ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് രാത്രി ഞാൻ ബൈബിൾ പ്രിപ്പയർ ചെയ്ത് തീരുമ്പോഴത്തേക്ക് ഏറെക്കുറെ ഒരു 12-1 വരെയൊക്കെ ആകും. പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങും. 4 മണിക്കൊക്കെ എഴുന്നേറ്റെങ്കിലേ ബാക്കി പൊക്കത്തുള്ളൂ. ഇത് കഴിഞ്ഞേച്ചാൽ ഞാൻ ഇങ്ങോട്ട് വരുന്നേ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിക്കുന്നേ. സകലതിനും ദൈവസന്നിധിയിൽ അക്കൗണ്ട് കൊടുക്കേണ്ടതാണ്, മറക്കുന്നില്ല. ഉള്ളിൽ വസിക്കുന്ന ആത്മാവ്. 2, എന്നോട് കൂടെയുള്ള ആത്മാവ്. 3, എൻ്റെ മേൽ വരുന്ന ആത്മാവ്. ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് കൊണ്ട് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി സകല സത്യത്തിലും നിത്യതയിൽ ഉയർപ്പിക്കും. കൂടെ നടക്കുന്ന ആത്മാവ് 2ാമത്തെ അളവാണ്. സകല സത്യത്തിലും വഴി നടത്തും, എല്ലാം പറഞ്ഞു തരും. പത്യോപദേശത്തിന് വിരോധമായി പോകാതെ കർത്താവ് സൂക്ഷിക്കും. 3ാമത്തേത് എൻ്റെ മേൽ വരുന്ന ആത്മാവ്. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. ഗിദെയോൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. അവൻ കാഹളമൂതി വെറും 300 പേരെയും കൊണ്ട് സൈന്യങ്ങളെ തോൽപ്പിച്ചു. ഗിദെയോൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. കയ്യിലൊന്നുമില്ലാതിരിക്കെ ഒരു കഴുതയുടെ പച്ചത്താടി എല്ലുകൊണ്ട് കുന്നൊന്ന്, കുന്ന് 2. എൻ്റെ മേൽ വരുന്ന ആത്മാവ് വീര്യപ്രവർത്തികൾക്ക് എന്നെ എടുക്കുന്നതാണ്. പക്ഷെ എൻ്റെ മേൽ ആത്മാവ് വരുന്നു. ആത്മാവ് ഉള്ളിലില്ല, കൂടില്ലെങ്കിലും 3 അനുഭവമാണ്. ദയവായി ദൈവമക്കൾ ശ്രദ്ധിക്കുക. 3 അനുഭവമാണ്. എൻ്റെ ഉള്ളിലുള്ള ആത്മാവ് കൊണ്ടാണ് എന്നെ ഉയർപ്പിക്കുന്നത്. എൻ്റെ മേലുള്ള ആത്മാവാണ് എന്നെ വീര്യപ്രവർത്തികൾക്ക് തയ്യാറാക്കുന്നത്. പക്ഷെ ആത്മാവ് കൂടെ നടക്കാതെയും ആത്മാവ് ഉള്ളിലില്ലാതെയും വീര്യപ്രവർത്തികൾ ചെയ്യാൻ കഴിയും. ശിംശോൻ അതിനോട് 1-ാം തരം ഉദാഹരണമാണ്. ഭയങ്കര വീര്യപ്രവർത്തികൾ ചെയ്തു യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നപ്പോൾ. പക്ഷെ ഇങ്ങനെ യഹോവയുടെ ആത്മാവ് മേൽ മാത്രമുള്ളവരോട് നിത്യതയിൽ യേശു പറയുന്നൊരു വാചകമുണ്ട്. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയില്ലേ? നിങ്ങളുടെ മേൽ ആത്മാവ് വന്നേ ഉണ്ടാ. നിങ്ങൾ എൻ്റെ നാമത്തിൽ സുവിശേഷം പ്രസംഗിച്ചില്ലേ? നിങ്ങളുടെ മേൽ യഹോവയുടെ ആത്മാവ് വന്നേ ഉണ്ടാ. പക്ഷേ ഞാൻ നിങ്ങളുടെ കൂടെ നടന്നിട്ടില്ല, ഞാൻ നിങ്ങളെ ഒരു കാലത്തും അറിയുന്നുമില്ല. ഇതിനേക്കാൾ കൂടുതൽ ഞാൻ എങ്ങനെ വിശദീകരിക്കണം? നിങ്ങളുടെ ഉള്ളിൽ ആത്മാവ് ഉള്ളത് കൊണ്ട് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റു, 2ാം സ്വർഗത്തിൽ വാ. നിങ്ങളുടെ മേലാത്മാവ് വന്നതുകൊണ്ട് നിങ്ങൾ വീര്യപ്രവർത്തികൾ ചെയ്തു. പക്ഷെ ആത്മാവ് കൂടെ നടന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല, നമ്മൾ ഒരുമിച്ച് പോയിട്ടേ ഇല്ല. ഞാൻ നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, തെരുക്കളിൽ പഠിപ്പിച്ചു, രോഗികളെ സൗഖ്യമാക്കി. നല്ലത് മോനെ, നല്ലത്. അന്നതിൻ്റെ ഫലവും നിനക്ക് കിട്ടിയതാ, അന്നതിൻ്റെ പ്രതിഫലവും നിനക്ക് കിട്ടിയതാ. പക്ഷെ ഞാൻ കൂടെ നടക്കാഞ്ഞ കാരണത്താൽ ഞാൻ നിന്നെ ഒരു കാലത്തും അറിയുന്നില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, അവിടെ ന്യായപ്രമാണ ലംഘികളെ എന്നാണ് സത്യത്തിൽ എഴുതിയിരിക്കുന്നത്. അധർമ്മം പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ മലയാള തർജ്ജമയാണ്. ഒറിജിനൽ സ്ക്രിപ്റ്റിൽ ന്യായപ്രമാണ ലംഘികളെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഇന്ന് പകൽ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ മേലുണ്ടോ? 2 അവസ്ഥ കഴിഞ്ഞവരാണ് മേൽ ആത്മാവിനെ വരുത്തേണ്ടത്. ഇന്ന് പകൽ എൻ്റെ മേൽ ആത്മാവിനെ പകരുവാൻ ദൈവത്തിന് തിരിഹിതമായി. ആത്മാവ് ഒരുവൻ്റെ മേൽ ഒരുവളുടെ മേൽ വന്നാൽ അവർ അസാമാന്യരാ, ആൾ മാറിയവരെ പോലെ കാണും. പല അസാമാന്യ കാര്യങ്ങളും ചെയ്യും. ഇന്ന് പകലും അത് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യട്ടെ. 1:30 മണിയാകുമ്പോഴത്തേക്ക് നിർത്താൻ ഞാൻ താല്പര്യപ്പെടുന്നു. കാലം അറിയിക്കുന്നവർ കാവൽക്കാരുടെ കൂട്ടത്തിലുള്ളവരാ. കാലം അറിയിക്കുന്നവർ. യെശയ്യാവ് 21:12 കാവൽക്കാരാ രാത്രി 11 കാവൽക്കാരാ രാത്രി എന്തായി എന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ 12ാമത്തെ വാക്യത്തിലൊരു മറുപടി ഉണ്ട്. അതിന് കാവൽക്കാരൻ
പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു, നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിച്ചു കൊള്ളുവീൻ, പോയി വരുവീൻ എന്ന് പറഞ്ഞു. സമയമറിയിക്കുന്ന പ്രവാചകന്മാർ ലോകലക്ഷണങ്ങൾ കണ്ടുകൊണ്ട് കാലം ഇത്രയും ആയി എന്ന് പറയുവാൻ. നമ്മളെ ക്ലോക്കൊക്കെ ഇപ്പോഴും കാണിക്കാറുണ്ടല്ലോ സഭായോഗത്തിന്. കുറേ നാളായി ഞങ്ങൾക്ക് സഭായോഗത്തിന് ക്ലോക്ക് കാണിക്കാറുണ്ട്. മോനെ സമയം ഇന്നതായി എന്ന് പറയുവാൻ. രാത്രി കഴിവാറായി, പകലേറ്റവും അടുത്തിരിക്കുന്നു. നാം ഉണരുക, നിർമ്മതരായിരിക്കുക, വിളിച്ചവൻ്റെ വേല ചെയ്യുക. കാഹളത്തിനു വേണ്ടി കാത്തിരിക്കുന്ന സമയമായി. സമയത്തെ അറിയിക്കുന്ന കാവൽക്കാരുണ്ട്. ഈ കാവലെല്ലാം ദൈവം നമ്മുടെ മേൽ തരട്ടെ. ഒരു കൂട്ടം പ്രയർ വാരിയേഴ്സിനെ ദൈവമാക്കിയിട്ടുണ്ട്. പ്രയർ വാരിയേഴ്സിനെ അവർ കാവൽക്കാരുടെ കൂട്ടത്തിൽ പെടുന്നതല്ല, വേറൊരു അപ്പോയിൻമെൻ്റ്, ഓൾ ടുഗദർ ഡിഫറെൻ്റ് അപ്പോയിൻമെൻറ്റ്. ഒന്ന് അപ്പസ്തോലന്മാർ മുതൽ അധികാരത്തിൻ്റെ അപ്പോയിൻമെൻറ്റ്സ്, രണ്ട് കൃപാവരത്തിൻ്റെ അപ്പോയിൻമെൻറ്റ്സ്, മൂന്ന് സൈനികൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കാണിക്കുന്ന സൈനികളുടെ അപ്പോയിൻമെൻറ്റ്, നാല് കാവൽക്കാരെന്ന് വിളി. അതിനകത്ത് സമയം അറിയിക്കുന്നവരും പാപം അറിയിക്കുന്നവരുമായ രണ്ടെണ്ണം കാവൽക്കാർ. അത്ര ഞാൻ തൊട്ടുള്ളൂ, ഇതിലൊക്കെ കൂടുതലുണ്ട്. അടുത്തത് പ്രയർ വാരിയേഴ്സ്, 5 പ്രാർത്ഥനാ വീരന്മാർ. ഇതിനകത്ത് നിന്നുകൊണ്ടാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്, ചിലരുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ മുകളിൽ ഒരു ദ്വാരമുണ്ടാകും. കുറച്ച് കമൻസ് അതിനെക്കുറിച്ചും പലരും പറഞ്ഞ് ഞാൻ കേട്ടു. ദൈവം പലർക്കും അനുഭവം തന്നതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പൈശാചിക ശക്തികൾ പ്രവർത്തിക്കുവാൻ സർട്ടൻ പോർട്ടൽസ് ഉണ്ട്. ഇതെല്ലാം ആത്മമണ്ഡലമാണ്. പൈശാചിക ശക്തികൾക്ക് പ്രവർത്തിക്കുവാൻ സർട്ടൻ പോർട്ടൽസ് ഉണ്ട്. ഇതുപോലെ ദൈവകൃപ വ്യാപരിപ്പാനും ചില ഇടങ്ങളെ ദൈവം തിരഞ്ഞെടുക്കും. ബേഥേൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒന്നാകുവാൻ ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. അതെൻ്റെ അപേക്ഷയാണ്. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞായിരുന്നു, ഒരു ആൻറ്റി എനിക്ക് പണ്ടൊരു ഒരു 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 ലേഖനം അയച്ചു തന്നു. ആ ലേഖനത്തിനകത്ത് സാത്താനെ ആരാധിക്കുന്ന ഒരാൾ പറഞ്ഞ കാര്യമാണ്. ഞാനിത് ചിക്കാഗോയിലുള്ള ഒരു ചർച്ചിൽ പോയി പ്രസംഗിച്ചു. നമ്മൾ നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല, കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ പ്രസംഗിക്കുന്നു. എനിക്കും 100% ഒന്നും അറിഞ്ഞുകൂടാ, കേട്ട കാര്യം പ്രസംഗിക്കുക. സണ്ണി പാസ്റ്ററാണ് അവിടെ പാസ്റ്റർ. സണ്ണി പാസ്റ്ററിനോട് പറഞ്ഞതൊന്നും സംഭവിച്ചുകൂടായ്മയല്ല, സംഭവിച്ചു എന്ന് വരാം. പറഞ്ഞത് തെറ്റല്ല, കിട്ടിയ ഇൻഫർമേഷനല്ലേ പറഞ്ഞുള്ളൂ. ഇത് കണ്ടതാണെന്ന് ആരോടും പറഞ്ഞില്ലല്ലോ, അപ്പോൾ തെറ്റില്ല. പിറ്റേ വർഷം ഞാനവിടെ ചെല്ലുമ്പോൾ സണ്ണി പാസ്റ്ററെ കണ്ടു. എന്നോട് പറഞ്ഞു, ദൈവദാസ, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളൊരു ഈ സാത്താനെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരുത്തൻ്റെ കാര്യം പറഞ്ഞല്ലോ. അയാൾ ഇവിടെ വന്നു പാസ്റ്ററെ. അവനെ അയാൾ ഇവിടെ വന്നു. ഒരു ദിവസം ഇതുപോലെ അന്തരീക്ഷത്തിൽ, തൻ്റെ 16-ാമത്തെ വയസ്സിൽ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ക്രിസ്ത്യൻസിൻ്റെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ യേശു അവനെ അന്തരീക്ഷത്തിൽ കണ്ടു. ആത്മാവിനെ കണ്ടുവച്ച് പറഞ്ഞു, തിരിച്ചു പോയി നിൻ്റെ ശരീരത്തിൽ കയറ്, ഇന്നു മുതൽ എൻ്റെ ജനത്തെ തുടരുത്, നീ എന്നെ സേവിക്കണം. അയാൾ പറഞ്ഞു, തിരിച്ചയാൾ വന്നു. ചിക്കാഗോയിലെ ആ പട്ടണത്തിൽ, ആ ചിക്കാഗോ ടൗണിൽ വന്ന് എൻ്റെ ചർച്ചിൽ പ്രസംഗിച്ചു എന്ന് സണ്ണി പാസ്റ്ററിനോട് പറയുകയുണ്ടായി. ഈ പറയുന്നതെല്ലാം സത്യമാണ്. ദൈവത്തിന് ചിലരെ ഉപയോഗിക്കാനുണ്ട്. നിങ്ങളുടെ അന്തരീക്ഷം തുറക്കുവാൻ, കർത്താവേ എൻ്റെ അന്തരീക്ഷം തുറക്കാൻ ചിലത് സാധിക്കണേ. ചില ഇടങ്ങളിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം എളുപ്പം കേൾക്കുമെന്ന് പറയാറുണ്ട്. ഒരു വലിയ അളവിൽ സത്യമാണ്, ഒരു വലിയ അളവിൽ സത്യമാണ്. കാര്യം അവിടെ പ്രാർത്ഥിക്കുന്ന വീരന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചത് കൊണ്ടാണ്. ഞാൻ സിലോൺ പെന്തക്കോസ് മിഷൻകാരനല്ല, പക്ഷെ സിലോൺ പെന്തക്കോസിൻ്റെ പല 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 ഫെയ്ത്ത് ഹോമുകളെക്കുറിച്ച് മറ്റ് പലതിനേക്കാളും അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത് പ്രയോജനമാണ് എന്ന് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാര്യം 24 മണിക്കൂറും പ്രാർത്ഥിക്കുവാൻ ഒരു ടീം അതിനകത്ത് കാണും. പലയിടത്തും എല്ലായിടത്തും അല്ല, 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ഒരു ടീം അവിടെ കാണും. അവരുടെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനയും ഉയരത്തിൽ കയറും. കാര്യം പിശാചിന് കൺട്രോൾ ഇല്ലാത്ത ഒരു അന്തരീക്ഷം മേളിലുണ്ട്. ഇന്ന് രാവിലെ ഒരാൾ എനിക്കൊരു മെസ്സേജ് ഇട്ടു, 2-3 മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട്. എനിക്ക് എല്ലാ മെസ്സേജൊന്നും വായിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ദൈവദിനം പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായതുകൊണ്ട് ഇൻ ബിറ്റ്വീൻ ഒരു മറുപടിയൊക്കെ കൊടുക്കുമെങ്കിലും എല്ലാം ഒന്നും വായിക്കാൻ പറ്റിയില്ല. ഇനിയും പലതിനും മറുപടി അയക്കാനുണ്ട്. പക്ഷെ അദ്ദേഹം എൻ്റെ പേർക്കൊരു മെസ്സേജ് ഇട്ടു, പാസ്റ്ററെ
നിങ്ങളുടെ ചർച്ചിൽ ഒരിക്കൽ ഞാൻ വരുമ്പോൾ ആകാശത്ത് മുഴുവനും നക്ഷത്രങ്ങൾ കൊണ്ട് നിബിഡിതമായി നിൽക്കുന്നത് പോലെ ഒരു ദൃശ്യം ദൈവം എന്നെ കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ടവലെടുത്ത്, അദ്ദേഹത്തിൻ്റെ ഒരു ടർക്കി ടവലുണ്ട്, ഞാൻ എൻ്റെ ടവലെടുത്ത് ഉയർത്തി കറക്കാൻ ദൈവാത്മാവിനോട് ആവശ്യപ്പെട്ടു. ഞാനത് കറക്കി. അത്രയും ഭാഗത്തു നിന്ന് നക്ഷത്രങ്ങൾ മാറി അവിടെ ഒരു ഹോൾ ഉണ്ടാകുന്നത് ഞാൻ എൻ്റെ ആത്മക്കണ്ണുകൊണ്ട് കണ്ടേച്ചു. ഇതിനകത്ത് നടന്നെന്ന് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, ഇന്ന് രാവിലെ പറഞ്ഞതാണ്. നമ്മിൽ എത്ര പേരുണ്ട് ശക്തികളോട് മാറി നീക്കാൻ പറയാൻ? മുകളിൽ വ്യാപരിക്കുന്നതിലെ ശക്തികളോട് മാറി നീക്കാൻ പറയാൻ? ഈ പട്ടണത്തിൽ നിന്ന് നിനക്ക് നിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മാറ്റിവെക്കാൻ പിശാചേ മാറ്, ഇത് എന്നെ ഏൽപ്പിച്ചിരിക്കുക, ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുവാൻ. ഇത് എന്നെ ഏൽപ്പിച്ചിരിക്കുക, ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുവാൻ. ഈ പട്ടണത്തിൽ ഒരു പാസ്റ്റർ TM ദാനിയേൽ ഉണ്ടായിരുന്നു. ഇന്നൊരു TM ദാനിയേൽ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്ന. TM ദാനിയേൽ മരിച്ചുപോയി. TM ദാനിയേൽ ഒരിക്കൽ എന്നോട് പറഞ്ഞു, അദ്ദേഹം കൊണ്ട് വലിയ ആത്മീയനോ അങ്ങനെ ഒരു പ്രസരം കാണിച്ചയാളോ ഒന്നുമല്ല. പക്ഷെ ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, തമിഴ്നാട്ടിൽ അദ്ദേഹം ആയിരിക്കുന്ന സമയത്ത് ആരോ ഒരാൾ സുവിശേഷം പ്രസംഗിച്ചതിന് 2-3 പേര് കൂടി അദ്ദേഹത്തെ തല്ലുക. സുവിശേഷം പ്രസംഗിച്ച കാരണത്താൽ ഈ മനുഷ്യൻ തല്ലുകൊണ്ട് കരയുന്നുണ്ട്. അപ്പോൾ വഴിയെ പോയ ഒരു മനുഷ്യൻ അയാളൊരു പശുവിനെയും കൊണ്ട് പോവുക. ആ പശുവിനെ സൈഡിലോട്ട് വിട്ടേച്ച്, റോഡിൻ്റെ സൈഡിലോട്ട് വിട്ടേച്ച് ഉപദേശിയെ തല്ലാൻ വേണ്ടി, ഇടിക്കാൻ വേണ്ടി ഒരു കല്ലും എടുത്തുകൊണ്ട് വരിക. TM ദാനിയേൽ പറഞ്ഞ്, എവിടുന്നോ ഒരു ആത്മധൈര്യം എൻ്റെ മേൽ വന്നു. അവരോട് പറഞ്ഞ്, നീ പോയി നിൻ്റെ മാടിനെ കെട്ടടാ, സുവിശേഷത്തിൻ്റെ കാര്യം ഞാൻ നോക്കണം, പോടാന്ന് പറഞ്ഞു. അവരങ്ങ് പോയി. അത് ആ സമയം വ്യാപരിച്ചൊരാത്മശക്തിയാണ്. പശുക്കറവക്കാരനെ, നീ പോയി പശുവിനെ കറക്കടാ, അതാണ് ഉദ്ദേശിച്ച വാചകം. സുവിശേഷം ഞങ്ങളുടെ വകയാണ്, ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങ് പോയി. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം ഒരു വല്ലാത്ത സാഹചര്യത്തിലൊരു കംപ്ലൈൻറ്റിൻ്റെ മുമ്പിൽ ഞാനും സന്തോഷം കൂടെ RT നഗർ പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു. ഇറ്റ് വാസ് എ സാറ്റർഡേ. എത്ര പൊതുസ്ഥലത്താണ് നിൽക്കുന്നത്, ഇതെല്ലാം മതപരിവർത്തനമാണ് കുറ്റം. RT നഗർ പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു. RT നഗർ പോലീസ് സ്റ്റേഷനിൽ ചെന്നോ പറഞ്ഞു, നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ ആളുകൾ വരുന്നുണ്ട്, ഞായറാഴ്ച സഭായോഗം നടത്താൻ പറ്റത്തില്ല, ഇന്ന് രാത്രിയിൽ നിങ്ങൾ സ്ഥലം വിട്ടോണം, അല്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയും. വലിയൊരു ഗ്യാങ് വരുന്നുണ്ട്, ഞങ്ങളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ ഒക്കത്തില്ല, അതുകൊണ്ട് വിളിച്ചിപ്പോഴേ ഇൻഫർമേഷൻ തരികയാ, നാളെ ബാംഗ്ലൂരിൽ കണ്ടേക്കരുത്, ഇന്ന് രാത്രി പോക്കോണം. ഞാൻ ഈ വിവരങ്ങൾ ഇൻഫോം ചെയ്തിരിക്കുന്നു. ഇൻസ്പെക്ടർ പറഞ്ഞതാണ്, ഞാൻ ഈ വിവരങ്ങൾ ഇൻഫോം ചെയ്തിരിക്കുന്നു, DC രജിസ്റ്ററിലോട്ട് സൈൻ ചെയ്തേക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് എഴുതി സൈൻ ചെയ്തു. ഇൻസ്പെക്ടർ എന്നോട് ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനടിയിലോട്ട് അയാൾ പറയാത്ത ഒരു ലൈനും കൂടെ ഞാൻ എഴുതി ആവശ്യമായ പോലീസ് പ്രൊട്ടക്ഷൻ തരാൻ ഞാൻ ഇൻസ്പെക്ടറോട് ഇത് മുഖേന റിക്വസ്റ്റ് ചെയ്യുന്നു. സൈനും ചെയ്തു. അയാൾ ചോദിച്ചു, അതെന്തിനാണ് എഴുതിയത്? ഞാൻ പറഞ്ഞത് കാര്യമായിട്ട്, അത് കാര്യമായിട്ട് എഴുതിയത്, നിങ്ങൾ പ്രൊട്ടക്ഷൻ തരണം. ഞാനെങ്ങും പോകത്തില്ല, ഞാൻ പോകത്തില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ട, ഞാൻ പോകത്തില്ല. കാര്യം ദൈവം ഇവിടെ തന്ന ആയുസ് ഇവിടെ ഇത്ര ഉള്ളെങ്കിൽ ഇത് മതി. ഞാനും സന്തോഷം കൂടെ തിരിച്ചു വരുമ്പോൾ ആളുകൾ വീടിനകത്ത് കയറി. ചിന്നമ്മ വീട്ടിലുണ്ട്. ഞങ്ങളിതിനകത്ത് ഒളിച്ചിരിപ്പുണ്ടെന്ന് കട്ടിക്കീഴെ വരെ ചെക്ക് ചെയ്തു. കംപ്ലീറ്റ് വീട് നടന്ന് ഗുണ്ടകൾ കയറി കട്ടിക്കീഴെ വരെ ഇവിടെ കാണാൻ ഒളിച്ചിരിപ്പുണ്ടെന്ന് കംപ്ലീറ്റ് വീട്, ടോയ്ലറ്റ് ഉൾപ്പെടെ ചെക്ക് ചെയ്തു. അകത്തില്ലെന്ന് കണ്ട് വെളിയിലിറങ്ങി നിൽക്കുക. ഗേറ്റിൻ്റെ മുമ്പിൽ ഒരു 40ഓളം ഗുണ്ടകൾ നിൽപ്പുണ്ട്. എന്നെ സന്തോഷനെയാണ് ഇവർ നോക്കുന്നത്. ഞങ്ങളതിൻ്റെ മുന്നിലോട്ട് വന്ന് നിന്നേച്ച് ഞാൻ ചോദിച്ചു, ഉറക്കെ ഒരു വിളി വിളിച്ചു, ആരുടെ ഗേറ്റിന് മാറ ഗേറ്റിൻ്റെ മുന്നിൽ നിന്ന്. അവരെല്ലാം അവിടെ അങ്ങ് പോയി. ഞങ്ങളും ജീവനും കൊണ്ടുപോയി, നോ ഡൗട്ട്. പക്ഷെ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില നക്ഷത്രങ്ങളെ അടിച്ചു മാറ്റാൻ, ചില ചുമ്മാ ഒന്നുമല്ല ദൈവസഭ വളരുന്നത്. തമാശനകത്തൊന്നും ഇത് പോകത്തില്ല. ഇതിനകത്ത് ദൂതന്മാർ കൂടെ ഇറങ്ങണം. ഒരു ദൈവദാസൻ്റെ കർച്ചീഫ് കറക്കിയതാ. അദ്ദേഹം പറയുന്നത് കുറേ നക്ഷത്രങ്ങൾ മുകളിൽ നിന്ന് മാറി അവിടെ ഒരു ഹോൾ ഉണ്ടാകുന്നത് ഞാൻ കണ്ടു. ഇന്ന് പകൽ എത്ര പേരുണ്ട് വിരൽ ചൂണ്ടുവാൻ? മാറടാ പിശാചേ. പാസ്റ്റർ TM ദാനിയേൽ അങ്ങനെ ഒരു അത്ഭുത ശുശ്രൂഷ ഒന്നും ചെയ്ത മനുഷ്യനല്ല. ഹി വാസ് എ പാസ്റ്റർ, എൻ്റെ പാസ്റ്ററായിരുന്നു. അദ്ദേഹം, നീ പോയി പശുവിനെ കറക്കട, പശുവിനെ കറക്കക്കാരനാണ് ഇതിനിടയ്ക്ക് വന്നത്, പോയി പശുവിനെ കറക്ക്.
എടാ സുവിശേഷം എൻ്റെ ജോലിയാണ്, ഞാൻ ചെയ്തോളാം, ഞാൻ നോക്കിക്കോളാം, പോയിക്കോളാം പറഞ്ഞു. അവൻ ഒരു കൂട്ടത്തോടെ പോയി. അതിൻ്റെ അർത്ഥം പറയുന്നിടത്തെല്ലാം എല്ലാവരും പോകുന്നൊന്നുമല്ല. ചില സാഹചര്യങ്ങളിൽ ദൈവം ചിലതിനെ ഉപയോഗിക്കുവാൻ, ചില ശക്തികളെ പൊട്ടിക്കുവാൻ, ചിലതിനെ പൊളിക്കുവാൻ സ്വർഗം ചിലരെ അഭിഷേകം ചെയ്യും. എൻ്റെ മേലുള്ള ആത്മാവ്, അവിടെ ആത്മാവിൻ്റെ അകത്തുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അകത്തുണ്ട്. ദ മോസ്റ്റ് സിമ്പിൾ, യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറഞ്ഞ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അഭിഷക്തൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടാൽ ആരാൻ തന്നെ മുക്കിയേച്ചു പോയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാനൊരു കൊച്ചു ഉദാഹരണം വീണ്ടും തൊടാം. പണ്ടിവിടെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്, നന്ദകുമാർ പിള്ള എന്ന പേരിലൊരു മനുഷ്യൻ ബാംഗ്ലൂർ വന്നു. നന്ദകുമാർ പിള്ളെ. അന്ന് ഞങ്ങൾ ജലഹാലിൽ താമസിക്കാം. മോസ്റ്റ് പ്രോബ്ലി 1982 നന്ദകുമാർ പിള്ളെ. അടുത്തുള്ള ചർച്ചസിലെല്ലാം പോയി പറഞ്ഞു, ഞാൻ അക്രൈസ്തവ മാർഗത്തിൽ നിന്ന് ക്രിസ്ത്യാനിയായി തിരിഞ്ഞതുകൊണ്ട് വീട്ടുകാരെല്ലാം കൂടെ എന്നെ കൊന്നു, എന്നെ ഉപദ്രവിച്ചു, ഞാൻ ഓടിയതാണ്, എനിക്ക് വീടില്ല, നാടില്ല, ഒന്നുമില്ല. പക്ഷെ ദൈവം എന്നെ ഒരുപാട് മാനിച്ചു. ഞാനൊരു ഭയങ്കര കമ്പനിയുടെ എക്സിക്യൂട്ടീവായിട്ട് ദൈവം എന്നെ അപ്പോയിൻ്റ് ചെയ്തു. ഞാൻ അങ്ങനെ വന്നിരിക്കുക. എനിക്ക് പെന്തക്കോസ്തുകാരോട് വലിയ ഇഷ്ടമാണ്, ഞാൻ നിങ്ങളെ എല്ലാം സ്നേഹിക്കുന്നു. പല പള്ളിയിൽ അദ്ദേഹം പോയി സാക്ഷ്യം പറഞ്ഞു. ഞാനിവിടെ ഒരു വലിയ വലിയ കമ്പനിയുടെ സീനിയർ CEO എന്നുള്ള പോസ്റ്റ് അന്ന് പറയാറില്ല, ജനറൽ മാനേജറൊന്നും അങ്ങനെയാണ് അന്ന് പറയാറുള്ളത്. ഞാൻ ആ കമ്പനിയുടെ ജനറൽ മാനേജറാണ്. ആ കമ്പനിയിൽ കുറേ വേക്കൻസി ഉണ്ട്, പെന്തക്കോസ്തുകാർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് പേര് അപ്രോച്ച് ചെയ്തു. വെറും 25 രൂപ ഫീസ് കൊടുത്ത് ഒരു ആപ്ലിക്കേഷൻ ഫോം വാങ്ങിക്കണം. 25 രൂപ ഫീസ് കൊടുക്കുന്നതിന് റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച ഒരു റെസിപ്റ്റും അങ്ങേര് കൊടുത്തിരിക്കും. ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കും, ഈ ആപ്ലിക്കേഷനിൽ ഇനി കൊണ്ടുവരാൻ, ഫില്ല് ചെയ്ത് കൊണ്ടുപോവാ, ഇൻ്റർവ്യൂ നടത്താം. വിദേശത്ത് ഞങ്ങൾക്ക് ബ്രാഞ്ചുകളുണ്ട്, വിദേശത്ത് ആളുകളെ വിടാം. അതിന് 2500 രൂപയും പാസ്പോർട്ടും കൂടെ തരണം. ഒരുപാട് പേരുടെ പാസ്പോർട്ട് കൊടുത്തു. കണ്ട പെന്തക്കോസ്തുകാരെല്ലാം കിട്ടുന്നവരുടെ എല്ലാം വാങ്ങിച്ചു കൊടുത്തു. അവരുടെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാം വാങ്ങിച്ചു കൊടുത്തു. ഈ ജലഹാലിൽ നിന്നൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. കാര്യം ഇത്രയും വലിയൊരാളല്ലേ, ഇങ്ങനെയൊക്കെ അല്ലേ, കോമ്പ് നഗറിൽ താമസിക്കുക. എൻ്റെ അകത്ത് ഞാനും കൊടുത്തതാണ്, 25 രൂപ ഞാനും കൊടുത്തതാണ്. ഒരാൾക്കൊരു ജോലിക്ക് വേണ്ടി 25 രൂപ ഞാനും കൊടുത്ത് രസീതും വാങ്ങിച്ച് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുത്തതാണ്. എൻ്റെ അകത്ത് ഏതാണ്ടൊരു അപാകത പോലെ തോന്നി. അത് പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുന്നതാണ്, വേറെ ആരോടും ഞാനൊന്നും ചെയ്തില്ല, അല്ലെ പാസ്പോർട്ടൊക്കെ കൊടുത്തു പോയേനെ. ഇയാളോടൊരു ചില മിനിറ്റ് സംസാരിക്കണമെന്ന് എനിക്കൊരു തോന്നലുണ്ടായി. ഞാൻ ഇയാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ കമ്പനിയുടെ പേരിൽ ഒരു ബസ് പോയി ഇൻ്റർവ്യൂവിനുള്ള മുഴുവൻ പേരെയും പിക്കപ്പ് ചെയ്യും. അല്ല, എൻ്റെ പ്ലാനായിരുന്നു, അദ്ദേഹം പറഞ്ഞു, എൻ്റെ പ്ലാനായിരുന്നു. പക്ഷെങ്കിൽ കമ്പനിയുടെ പേര് വെച്ചുകൊണ്ട് പ്രൈവറ്റ് ബസ് അയക്കാൻ പറ്റത്തില്ല എന്നൊരു നിയമമുണ്ട്. അതുകൊണ്ട് എനിക്ക് കമ്പനിയുടെ പേര് വെച്ച് ബസ് അയക്കാനൊക്കത്തില്ല, അല്ല ഞാൻ ബസ് അയച്ചേനെ. എനിക്ക് ST സാംഗ്ലിയാന സാറിനെ പരിചയം ഉണ്ടായിരുന്നു. സാർ ഇവിടുത്തെ ട്രാഫിക് കമ്മീഷണറായിരുന്നു. അതുകൊണ്ട് ഞാൻ അയാളോട് പറഞ്ഞു, അങ്ങനെ പെർമിഷന് പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ സാംഗ്ലിയാന സാറിനോട് പറയാം, പെർമിഷൻ കിട്ടുന്നതാണ് എടുക്കാമെന്ന് പറഞ്ഞു. ഒരു ഞെടുങ്ങൽ പോലെ ഇയാളുടെ മുഖത്ത് കണ്ടു. അപ്പം ഇതിനകത്ത് എന്തോ കളിപ്പേരുണ്ടെന്ന് എനിക്കങ്ങ് ഗൗരവമായി തോന്നി. നേരെ ഞാൻ പോയി യശന്തപുരം പോലീസ് സ്റ്റേഷനിൽ ചെന്ന്, സർക്കിൾ ഇൻസ്പെക്ടർ ഉല്ലാസാണെന്ന് അവിടെ ഇരിക്കുന്നത്. RT നഗർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സർക്കിൾ ഇൻസ്പെക്ടർ ഇല്ല, ഉല്ലാസം വരെ നാളായിരിക്കുന്നത്. ഞാൻ ഉല്ലാസിനോട് പറഞ്ഞു, സാറേ ഇങ്ങനെ ചില കേസുണ്ട്. സാംഗ്ലിയാന സാറിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഇവനൊന്ന് ഞെട്ടി. എന്ന് പറഞ്ഞു, കളിപ്പീരാകാനാ സാധ്യത കൂടുതലൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇത്രയും പേരുടെ ആപ്ലിക്കേഷൻ വാങ്ങിച്ചു, 100. അന്ന് ഒരു ക്ലർക്കിന് ആവറേജ് 1000 രൂപ അടുത്ത ശമ്പളമുള്ളൂ. ഇയാൾ 2500 ശമ്പളം ഓഫർ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം അപ്പോയിൻമെൻ്റ് ഓർഡർ ഒത്തിരി പേർക്ക് കൊടുത്തു. ഞാൻ ആ ഭാഗത്ത് കൊണ്ട് ഇയാളെ പൊക്കി കൊണ്ടുപോയി, അത് വേറെ കാര്യം. ഇയാൾ ഒത്തിരി പേർക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുത്തു. അടുത്ത ദിവസം അപ്പോയിൻമെൻ്റ് ഓർഡറുമായിട്ട് എല്ലാവരും ഈ കമ്പനി ചെന്നു. അതെവിടെയാണ്, നമ്മുടെ ടിൻ ഫാക്ടറി അപ്പുറത്തം കണ്ട. അന്നൊന്നും ബസ് ഇതുപോലെ സൗകര്യത്തിനില്ലാത്തത് കൊണ്ട്, ആളുകൾക്ക് വാഹനം ഇത്രയും ഇല്ലാത്തതുകൊണ്ട് ഈ കമ്പനി അവിടെ ഉണ്ടോ എന്നൊന്നും പോയി നോക്കാൻ ആരും മെനക്കെട്ടില്ല. എല്ലാവരും അപ്പോയിൻമെൻ്റ് ഓർഡറുമായിട്ട് ഒരു ദിവസം രാവിലെ കമ്പനി ചെന്നപ്പോൾ കമ്പനിയുടെ വാച്ച്മാൻ പറഞ്ഞു, ഇതെല്ലാം കൂടി ഈ ക്രൗഡെല്ലാം കൂടി ഇവിടുന്ന് വരിക. ഇന്ന് ഡയറക്ടറോ ഇവിടെ ഇൻ്റർവ്യൂ നടന്നിട്ടില്ലല്ലോ, ഇവിടെ ആരെയും അപ്പോയിൻ്റ് ചെയ്തിട്ട് അറിവില്ലല്ലോ, ഒന്നുമല്ല, ഞങ്ങൾക്ക് ഡയറക്ടറെ കണ്ടേ പറ്റുള്ളൂ. 25 രൂപയുടെ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിന് കൗണ്ടർ സിഗ്നേച്ചറുണ്ട്, അപ്പോയിൻമെൻ്റ് ഓർഡറും ഉണ്ട്.
ഒടുവിൽ ഡയറക്ടർ ഇറങ്ങി വന്നു. അയാൾ പറഞ്ഞു, നന്ദകുമാർ പിള്ള എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല, ഈ കമ്പനിയുമായിട്ട് എനിക്ക് ഒരു ബന്ധവും ഇല്ല, ഇത് നിന്നെ കളിപ്പിച്ചതാ. ഓഫ് കോഴ്സ് ഉല്ലാസ് സംഘരെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. എന്നോട് പറഞ്ഞു, വാസേ വാ, അവൻ ഇട്ടിരിക്കുന്ന അണ്ടർവെയർ അല്ലാതെ ഇവൻ്റെ സ്വത്ത് യാതൊന്നുമില്ല, ഒരു പെണ്ണെ വഴിയാധാരമാക്കിയത് മാത്രം. പച്ച ദുഷ്ടക്കള്ളനാണ് ഇവൻ. ആ കമ്പനിക്ക് ഇയാൾ സൈൻ ചെയ്ത ഒരു പേപ്പറുമായി ബന്ധമില്ല. ഭൂമിയിൽ ആരെല്ലാം സ്നാനപ്പെടുത്തിയാലും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവനല്ലെങ്കിൽ ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ല. വെറും നന്ദകുമാർ പിള്ളയാ, വെറും നന്ദകുമാർ പിള്ളയാ. വിശ്വസിച്ചവൻ, യേശുവിനെ രക്ഷിതാവായി ഏറ്റുപറഞ്ഞവൻ, ജീവിതത്തിൽ മാനസാന്തരത്തിൻ്റെ അനുഭവമുള്ളവൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വെള്ളത്തിൽ മുഴുകൽ സ്നാനമേറ്റവൻ, എല്ലാം ആത്മാവ് ഉള്ളിലുണ്ട്, നിത്യതയിൽ ഉയർക്കും. 1 പടി. 2, ആത്മാവ് കൂടെ ഉള്ളതുകൊണ്ട് ഉന്നതമായ പ്രതിഫലങ്ങൾക്ക് വേണ്ടി നമ്മെ തയ്യാറാക്കും. 3, ആത്മാവ് ഒരുവൻ്റെ മേൽ വന്നാൽ അവനെ അത്ഭുത കാര്യങ്ങൾക്ക് വേണ്ടി ഒരുക്കിയെടുക്കും. ഈ പകൽ ആത്മാവ് നമ്മുടെ മേൽ കൂടെ വരണം. ഈ 2 അനുഭവമുള്ളവരെ 3ാമത്തെ അനുഭവത്തിന് നോക്കാവേ. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഒരു നാളും അറിയുന്നില്ല എന്ന് പണ്ട് പറഞ്ഞത് കേൾക്കേണ്ടതായിട്ട് വരും. അതിനകത്തൊരിക്കലും പോകാതിരിക്കുവാൻ ഈ 2 അനുഭവം കഴിഞ്ഞവർ 3ാമത്തെ അനുഭവത്തിന് വേണ്ടി ഒരുങ്ങാം. ഈ ദിവസങ്ങളെല്ലാം അത് നടക്കാൻ പോകുകയാണ്. ഈ ദിവസങ്ങളിലെല്ലാം അത് നടക്കാൻ പോകുകയാണ്. ചിലരുടെ മേൽ യഹോവയുടെ ആത്മാവ് വരട്ടെ. ശിംശോൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. കയ്യിലൊന്നും വേണമെന്നില്ല. ഏലിയാവിൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. അദ്ദേഹം ആഹാബിനോട് സംസാരിച്ചു. ഏലിയാവിൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. അവൻ ആഹാബിൻ്റെ രഥത്തിന് മുന്നാടി ഓടി. യേഹുവിൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. അവൻ ഒരു വിളി വിളിച്ചു, ഈസബേലിനെ തള്ളിയിടാൻ ആളുണ്ടായി. ഇന്ന് പകൽ ചിലരുടെ മേൽ യഹോവയുടെ ആത്മാവ് വരട്ടെ. പിശാച് നിൽക്കവിടെന്ന് പറഞ്ഞാൽ നിൽക്കും.